അയ്യങ്കാവ് ഹൈസ്കൂളിന് മുന്നിലെ വെള്ളക്കെട്ടിന് ശമനമാകുന്നില്ല. ശക്തമായ മഴ പെയ്താൽ കാനയിൽ നിന്നും പൊങ്ങിവരുന്നത് മലിനജലമാണ്. ദേശീയപാത വികസനത്തിന് ഭാഗമായുള്ള കാന നിർമ്മാണത്തിലുണ്ടായ അപാകതയാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്നാണ് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ആരോപണം. കനത്ത മഴയിൽ ഒരു വാഹനം ചീറിപ്പാഞ്ഞു പോയാൽ റോഡ് സൈഡിൽ നിൽക്കുന്നവരുടെ തലവഴി വെള്ളം തെറിക്കും. വെറും മഴവെള്ളമല്ല, മറിച്ച് മലിനജലമാകും തെറിക്കുക. അയ്യങ്കാവ് ഗവൺമെന്റ് ഹൈസ്കൂളിന് മുന്നിലുള്ള അവസ്ഥയാണിത്. ഇതുമൂലം സ്കൂൾ വിദ്യാർത്ഥികളും സമീപത്തുള്ള കച്ചവടക്കാരും അനുഭവിക്കുന്ന ദുരിതം ചില്ലറയല്ല. ഇവിടെ കുട്ടികൾക്കുള്ള ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ആ ഗേറ്റിനകത്തോട്ട്, അതായത് കുട്ടികൾക്ക് ആ സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഗേറ്റ് കടന്നു പോകാം. ശക്തമായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ വെള്ളം കെട്ടിയിട്ട് അതിനകത്തേക്ക് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇപ്പം വൈകിട്ട് കുട്ടികൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിൽക്കുകയാണെങ്കിൽ, ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം ബസ്സോ എങ്ങാനും വന്നാൽ കുട്ടികളത് വെള്ളത്തിൽ നനഞ്ഞു കുളിക്കുന്ന അവസ്ഥയാണ്, വെള്ളം തെറിച്ചിട്ട്. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞ കാര്യമല്ല, അതിലെ ബസ് പോകുമ്പോൾ അത്രയും വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിന് ഒരു പരിഹാരം, അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള റോഡിൽ നിന്നുള്ള അഴുക്കെല്ലാം നമ്മുടെ സ്കൂളിൻ്റെ മുറ്റത്തേക്കാണ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അതിലൂടെ കടന്നു പോകണമെങ്കിൽ ഇറങ്ങുമ്പോൾ ആ വെള്ളത്തിൽ ചവിട്ടിയിട്ടാണ് അതിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. അത് കുട്ടികൾക്ക് രോഗങ്ങൾ വരുത്താനായിട്ട് കാരണമാവും. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നാണ് പറയാനുള്ളത്. NHCക്കാർ ഇവിടെ രണ്ട് സൈഡിലും ഓട നിർമ്മിച്ചെങ്കിലും ആ വെള്ളം പുറത്തോട്ട് പോകാനുള്ള ഒരു സംവിധാനം ചെയ്തില്ല. അവരോട് പല കാര്യങ്ങളും പറഞ്ഞതാണ്, പക്ഷെ അവരത് കാര്യമായിട്ട് എടുക്കാതെയാണ് ഇതുകൊണ്ട് ഇങ്ങനെ വെള്ളക്കെട്ടുണ്ടാകുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കാന വീതി കൂട്ടുന്ന നിർമ്മാണ പ്രവൃത്തികൾ നടക്കുമ്പോൾ ഇവിടെയുണ്ടായിരുന്ന കാന അയ്യങ്കാവ് സ്കൂളിന് അകത്തുകൂടി താൽക്കാലികമായി നിർമ്മിച്ചിരുന്നു. എന്നാൽ മഴക്കാലത്ത് വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം, H1N1 എന്നിവ ബാധിച്ചതോടെ കോതമംഗലം നഗരസഭയുടെ അനുമതിയോടെ സ്കൂൾ അധികൃതർ കാന അടച്ചു. ഇതോടെ വെള്ളക്കെട്ട് രൂക്ഷമാവുകയായിരുന്നു. അശാസ്ത്രീയമായ കാന നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് വാർഡ് മെമ്പർ അരുൺ പി ബോബൻ പറഞ്ഞു. ഈ കാന നിർമ്മിക്കുമ്പോൾ ഈ റോഡിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ, വെള്ളത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നീരൊഴുക്കിന് അനുയോജ്യമായിട്ടല്ലാതെ ഈ റോഡിൻ്റെ ഇരുവശത്തുള്ള കാനയുടെ നിർമ്മാണം, അതിന് NHന്റെ നേതൃത്വത്തിൽ നടന്ന നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗുരുതരമായിട്ടുള്ള വെള്ളക്കെട്ട് ഇവിടെ രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. ഈ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ വ്യാപാരികളും, ഇവിടെ അയ്യങ്കാവ് ഗവൺമെൻറ് ഹൈസ്കൂൾ ഉള്ള പ്രദേശമാണിത്, ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. ഈ രണ്ട് പ്രദേശത്തേക്കും കടക്കാൻ പോലും കഴിയാത്ത ഗുരുതരമായിട്ടുള്ള വിഷയത്തിലാണ് ഈ പ്രദേശവാസികളും അതുപോലെയുള്ള ഈ പ്രദേശത്തെ വ്യാപാരികളും. വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ എങ്ങുമെത്താതെ ഇഴഞ്ഞു നീങ്ങുമ്പോൾ തങ്ങളുടെ ദുരിതത്തിന് എന്ന് അറുതിയാകുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും നാട്ടുകാരും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.